ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ കഴിഞ്ഞ ലാബ് അറ്റൻഡന്റ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്താണ് ആൻസർ എന്ന് നമ്മൾ നോക്കി പോവുകയാണ്. അപ്പോൾ ഇത് എന്നാണ് എക്സാം നടന്നതെന്ന് ചോദിച്ചാൽ 22-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന എക്സാം ആണ്. 22/8/2024. ഇത് ലാബ് അറ്റൻഡർ എന്ന പരീക്ഷയുടെ മെയിൻ എക്സാം ആയിരുന്നു. 1.5 മണിക്കൂർ എക്സാം. ഇതിന്റെ കേരള PSC പുറത്തുവിട്ട പ്രൊവിഷണൽ ആൻസർ കീ. ഇതൊരു LDC മോഡൽ എക്സാം ആണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ അതേ രീതിയിലുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റ് അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രമാണ്. ശരികൾ പഠിക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഇടാം. ഹെർമൻ ഗുണ്ടറുടെ മലയാള രാജ്യം, ഫാദർ ക്ലെമന്റെ സംക്ഷേപ വേദാർത്ഥം, പാറമേക്കൽ തോമക്കത്തനാർ വർത്തമാന പുസ്തകം. താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പാലയം സത്യാഗ്രഹമാണ് ലാസ്റ്റ്. 46-47 എന്നുള്ളത് 47, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മുടെ പാലയം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പൊ 47 എന്നുള്ളത് ഓർത്താൽ ആദ്യം ചാന്നാർ ലഹളയാണ് എന്നും അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഇനി 1857 കലാപം. ബീഹാർ കൻവർ സിംഗ് എന്നറിയാവുന്ന ഒരാൾക്ക് 4-5 എന്ന് പോകാം. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ബറേലി ഖാൻ ബഹദൂർ, ബറൌട്ട് പർഗാന ഷാമൽ ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഉത്തരം 1924 ബെൽഗാം സമ്മേളനമാണ്. ആൻസർ ബെൽഗാം സമ്മേളനം 1924. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? ആൻസർ കോഴിക്കോട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ? 1ഉം 4ഉമാണ് ഉത്തരം. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ. വാർത്താ വിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോ 36,000 കിലോമീറ്റർ എന്നുള്ളതും ദിനാന്തരീക്ഷ സ്ഥിതിയും വാർത്താവിനിമയം എന്നുള്ളതുമാണ് ആൻസർ. അപ്പോ 900 കിലോമീറ്റർ സൗരസ്ഥിര ഉപഗ്രഹമാണ്. പ്രകൃതി വിഭവം, ഭൂഗർഭജലം, ഭൂവിനിയോഗം ഇതൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. ബ്രഹ്മപുത്ര പോഷക നദികൾ ഏതൊക്കെ? മാനസും സുബൻസിരിയുമാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ഭവാനിപ്പുഴ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഏതാണ്? കൊടുങ്ങരപ്പള്ളപ്പുഴ അട്ടപ്പാടി. ഭവാനിപ്പുഴയാണെന്ന് ഓർക്കുക. നമുക്ക് കബനി, ഭവാനി, പാമ്പാർ ഈ 3 കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കബനി വയനാടിലൂടെ ഒഴുകുന്നു, ഭവാനി പാലക്കാട് ജില്ലയിലൂടെയും പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയും ഒഴുകുന്നു. 25 വർഷം, അതായത് 1/4 നൂറ്റാണ്ടോളം വറ്റി വരണ്ടു കിടന്ന ഒരു നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. താഴെ പറയുന്നവയിൽ ക്യൂമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ആൻസർ 3 ഓൺലിയാണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. പലർക്കും ഇത് സംശയം വന്നു. 2024 ചോദ്യപേപ്പർ ആയിരുന്നു. ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഈ 2 ഓപ്ഷൻ അതിനകത്തുണ്ടായിരുന്നു. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകളായിരുന്നു ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏത്? ഭുവൻ ഹസാരിക സേതുവാണ് ഉത്തരം. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ, നമ്മൾ പ്രൊവിഷണൽ കീ പ്രകാരം അങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. പ്രൊവിഷണൽ കീ പ്രകാരമാണ് പറയുന്നത്. പേര് നൽകിയത് ശരി. രശ്മി മാല ശ്രീലങ്ക. രശ്മി മാല ശ്രീലങ്ക. 91 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ. 1ഉം 2ഉം മാത്രമാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുണ്ട്. ഗുണങ്ങൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഇനി LGS LDC എക്സാം ഉള്ളവർ. രാസവളങ്ങൾ, യന്ത്രവൽക്കരണം. കൽക്കരി നിക്ഷേപം കൂടുതലുള്ളത് ജാർഖണ്ഡിലാണ്.
1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആൻസർ മൻമോഹൻ സിംഗ് ആണ്. ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആര്? പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്ത്? നിഫ്റ്റി. സൂചികയുടെ പേര് നിഫ്റ്റി. അപ്പൊ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാനാണെങ്കിൽ തൊട്ടു മുന്നിലത്തെ സെക്ഷൻ വെച്ചിട്ട് ചെയ്തു നോക്കുക. അതിനകത്ത് സ്ലോ ചെയ്താണ് ഉത്തരം പറയുന്നത്. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. സമാധാനപരമായി യോഗം ചേരുന്നു, മൗലിക അവകാശം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിന് താഴെ പറയുന്നവയിൽ ശരി ഏത്? നിയമം രാജ്യസഭ ലോക്സഭ തുല്യ അധികാരം. ധനകാര്യ ബില്ലുകൾ രാജ്യസഭയിൽ ആരംഭിക്കുന്നു. അത് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ തന്നെ ഉത്തരത്തിൽ എത്താൻ പറ്റും. രണ്ടെല്ലാം വെട്ടിക്കളയുക, അപ്പോ ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരി. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിത വീറ്റോ അധികാരമുണ്ട്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിലനിൽക്കുന്നത് കർണാടകയിലാണ്. ബൈ ക്യാമറലിസം ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിയമവാഴ്ച കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന്. നിയമവാഴ്ച ബ്രിട്ടൻ. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഏതാണ് ശരിയായിട്ടുള്ളത്? അധികാരത്തിൽ നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. പാർലമെന്റിന് 2/3 ഭൂരിപക്ഷം. ഇതാണ് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ. 1ഉം 3ഉം ശരിയാണ്. അധികാരങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. രാഷ്ട്രപതി 2/3, പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ഇനി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ. പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു ഉത്തരമാണിത്. ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതില് എന്താണ് ശരിയായിട്ടുള്ളത്? 1 തെറ്റാണ്, 2 ശരിയാണ്. 1 തെറ്റാണ്, 2 ശരിയാണ്. കാലക്രമത്തിൽ എഴുതുക. NREGS, JRY, SGRY, IRDP. അപ്പൊ 2 ശരി ഒന്ന് വായിച്ചേക്കാം. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമി നൽകൽ, കുടിയാനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. കാലക്രമം നോക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. ആദ്യം IRDP, JRY, പിന്നെ SGRY, ലാസ്റ്റ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റിന്റെ വരും. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ 3 ആൻഡ് 4 ആണ്. തെറ്റാണ് ഇത് 2. ശരി നമുക്ക് വായിക്കാം. നെൽവയൽ എന്ന് വെച്ചാൽ ചിറകൾ, ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഇനി അനുച്ഛേദമാണ്. ഇതിലേതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. 315 സംസ്ഥാന PSC ആണ്. അനുച്ഛേദം 243K തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. I സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അടുത്തത് പട്ടികജാതിയാണ്. 338. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീ സുരക്ഷാ ക്ഷേമം നടപ്പിലാക്കിയ പദ്ധതികൾ സെലക്ട് ചെയ്യുക. ഇവിടെ എല്ലാം ശരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം, അഭയ കിരണം. ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. മംഗല്യ എന്നൊക്കെ പറയുന്നത് 25,000 രൂപ നൽകുന്ന പദ്ധതിയാണ് പുനർവിവാഹത്തിന്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് കേരളമാണ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് നൽകി തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ബയോളജിക്കൽ ക്ലോക്ക്, പീനിയൽ ഗ്രന്ഥി. താഴെ പറയുന്നവയിൽ നിയാസിൻ വൈറ്റമിൻ ബി ആണ്. ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ ആണ് ശാസ്ത്രീയ നാമം. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്?
പ്രധാന പ്രവർത്തനം ഊർജം നൽകുക എന്നുള്ളതാണ്. 3 ആറുകൾ, ഇതെല്ലാവർക്കും കൺഫ്യൂഷനായി. 3 ആറ് എന്ന് പറയുമ്പോൾ ആദ്യം റിഡ്യൂസ് ചെയ്യുക, പിന്നെ റീയൂസ് ചെയ്യുക, പിന്നെ റീസൈക്കിൾ ചെയ്യുക. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റുകളാണ്. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവയിൽ ആരാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നു. അത് ധ്രുവങ്ങളിലാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് ആൻസർ വികിരണമാണ്. ശ്രവണശേഷി 20 to 20,000 ഹെർട്സ്. ഇന്ത്യയുടെ 3ാമത് ചന്ദ്രദൗത്യം ജൂലൈ 14, 2023. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. 3 തവണ പോകുന്നു. ഇനി ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോളിൽ ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 ലിറ്റർ ആണ്. അടുത്തത് വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ. ആൻസർ മൈക്കൽ ഫാരഡെ. അടുത്ത ചോദ്യം, പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118, മൂലകത്തിന്റെ പേര് ഒഗാനസൺ. ആൻസർ എന്താണ്? ഒഗാനസൺ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഡെമോക്രീറ്റസ്. സംഗീത നാടക അക്കാദമി മുഖമാസിക കേളി. കുമാരനാശന്റെ പേരിലുള്ള സ്മാരകം തോന്നയ്ക്കൽ. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാ വികൃതി ഏത് മാസികയിൽ പ്രസിദ്ധീകരിച്ചു? വിദ്യാ വിനോദിനി. ഇനി വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? ആൻസർ വല്യ. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് എന്ത്? നീല വെളിച്ചം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്, ശരി. ഒളിമ്പിക് സെമി ഫൈനൽ ആദ്യ മലയാളി വനിത ഷനി വിൽസൺ, ശരി. PT ഉഷ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഇതെല്ലാം ശരിയാണ്, 3ഉം ശരി. താഴെ കൊടുത്ത പ്രസ്താവന ശരിയായത് ഏതൊക്കെ? ഉയർന്ന കായിക ബഹുമതി അർജുന അവാർഡ് അല്ല, ഖേൽ രത്നയാണ്. അർജുന അവാർഡ് ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കും അർജുന അവാർഡ് ലഭിച്ചു. 2ഉം 3ഉം മാത്രം ശരി. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് പ്ലോട്ടർ ആണ്, ഔട്ട്പുട്ട് ഉപകരണമാണ്. GPS-ന്റെ പൂർണ്ണ രൂപം. GPS കണ്ടെത്തിയത് അമേരിക്കയാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് കുക്കിയ, സഫാരി, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ മിനി, ഇതൊക്കെ വെബ് ബ്രൗസേഴ്സ് ആണ്. AI മൈക്രോസോഫ്റ്റിന്റെ പുതിയ സംവിധാനത്തിന്റെ പേര് കോ പൈലറ്റ് എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുവായ ഭാഷ ഏതാണ്? ആൻസർ പൈത്തൺ. ഈ ലിസ്പ് പ്രൊലോഗ് ഒക്കെ പണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന AI-ൽ. ഇപ്പോഴത്തെ ടെക്നോളജിയിൽ പൈത്തൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉത്തരം പൈത്തൺ ആണ്. ഇനി ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെങ്കിൽ ആരെ സമീപിക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവനാണ്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇത് റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ. അപ്പൊ ഇങ്ങനൊരു റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂറിനുള്ളിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അടുത്തത്, പ്രവൃത്തി എപ്പോൾ നടന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ പ്രവൃത്തി ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അധികാരികൾ അറിയണമെന്നില്ല. അപ്പൊ അധികാരികൾക്ക് ഇങ്ങനൊരു കാര്യം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു, ആ റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂറിനുള്ളിൽ അവർ എന്ത് ചെയ്യണം? ആരാണോ അറിയപ്പെടുന്നത് അവര് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറണം. ഏത് അന്താരാഷ്ട്ര സംഘടന കുട്ടികളുടെ? യുനിസെഫ്.
ഗാർഹപീഡന നിയമം 2005. ഗാർഹപീഡനം എന്നാൽ എന്താണ്? ഗാർഹപീഡന നിയമം എന്നാൽ സാമ്പത്തികം, ശാരീരികം, ലൈംഗികമായ ബുദ്ധിമുട്ടുകളാണ്. ഗാർഹപീഡന നിയമപ്രകാരം ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് തൊഴിലിടം. ഗാർഹികമാണ്, വീട്ടിലുള്ള പ്രശ്നങ്ങളാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ ഇടപെടുന്നു, സാമ്പത്തിക ആശ്വാസം നൽകുന്നു, ആക്രമണം ഉണ്ടെങ്കിൽ വിധേയമാകും. തൊഴിലിടങ്ങളിൽ ശിക്ഷ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേറെ നിയമമാണ്. ഏത് വർഷം ആണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ നിയമം നിലവിൽ വന്നത്? 1989. അടുത്ത ചോദ്യം നമ്മള് ആദ്യം നമുക്ക് മലയാളം നോക്കാം, അതിനുശേഷം തിരിച്ചു വരാം ഇംഗ്ലീഷ് മാത്സും നോക്കാം. ഒന്നാമത്തെ ചോദ്യം കച്ച കെട്ടുക, സന്നദ്ധനാകുക എന്നുള്ളതാണ്. അലയൊഴി അല പ്ലസ് അലയാഴിയാണ്, അല പ്ലസ് ആഴിയാണ് അലയാഴി. തലമുടി എന്ന് പറയുമ്പോൾ അർത്ഥം വരാത്ത പദമാണ്, ആൻസർ തുഹിനമാണ്. ശരിയായ പദങ്ങൾ ഓപ്ഷൻ സി ആണ്. ഉത്തരവാദിത്വവും കൃതജ്ഞതയുമാണ് ശരിയായിട്ടുള്ളത്. കൃത്രിമമാണ്, അനന്തരവനാണ്, തീയില്ല, അനന്തരവൻ. ഉചിതമായ സ്ഥിതി ഔചിത്യമാണ്, ഓപ്ഷൻ എ ആണ്. ഋതം എന്നതിന്റെ വിപരീത പദം എന്താണ്? ആൻസർ അനിർതമാണ്. 4, 5 വിഗ്രഹിക്കുമ്പോൾ 4, 5. കന്മതമാണ്, കൽ പ്ലസ് മതം ചേർത്തെഴുതുമ്പോൾ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സലിംഗ ബഹുവചനം ഉദാഹരണം എന്താണ്? ആൻസർ അധ്യാപികമാർ. ഇനി നമുക്ക് ഇംഗ്ലീഷ് 10 ചോദ്യങ്ങൾ. LDC മോഡൽ തന്നെയാണ്. കറക്റ്റ് സബ്ജക്ട് വെർബ്. ടീം, പ്ലേസ്. ടീം എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് എടുക്കുന്നു, അപ്പൊ എസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. ഡയറക്റ്റ് സ്പീച്ച്. ഐ വിൽ അറ്റൻഡ്. വില്ല് വുഡ് ആകണം. ടുമാറോ ഫോളോവിങ് ഡേ ആകണം. ആകെ ഒരിടത്ത് ടുമാറോ വന്നില്ല, ഇവിടെ മാത്രമേ വുഡ് ആയിട്ടുള്ളൂ, ഫോളോവിങ്ങും ആയിട്ടുള്ളൂ. ഓപ്ഷൻ ബി ആണ്. ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി. ഡാൻസ് ആണ് നല്ല രീതിയിൽ കളിച്ചത്, അപ്പൊ ഡാൻസിനെയാണ് വിശേഷിപ്പിച്ചത്. അത് വേർബ് വിശേഷണം ആഡ്വേർബ് ആണ്. യു ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക്. ഹാവ് ഇൻ ടു യു. ആൻസർ ഹാവ് ഇൻ ടു യു. ഐ റൈറ്റ് എ ലെറ്റർ. ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലെറ്ററിൽ തുടങ്ങണം. പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ്. ഈസ് റിട്ടൺ ബൈ മീ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ്സ് സിനോണിം ഓഫ് വിവിഡ്? വിവാഷ്യസ് ആണ് ആൻസർ. വിവിഡിന്റെ വിവാഷ്യസ്. ഇനി ആന്റണിം, അർബൈൻ. ഇപ്പോ ഇതിന്റെ ഉത്തരം റൂറൽ. PSC നൽകിയ ഓപ്ഷൻ റൂറൽ തന്നെയാണ്. പലർക്കും അർബന്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഫൈനൽ കീയിൽ ഇത് എലിമിനേറ്റ് ആയി പോകും. ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. മോഡറേറ്റ്, ഓപ്പോസിറ്റ്. ഇനി റെസിലൈൻറ്റ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ എന്നാണ് സിമിലർ മീനിങ്. ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് എയ്തർ ഇൻ ഫേവർ ഓഫ് ഓർ അഗൻസ്റ്റ് സംതിങ്. ആൻസർ അബ്സ്റ്റെയിൻ. ഇനി നമ്മൾ മാത്സിന്റെ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. മാത്സിന്റെ 10 ചോദ്യം. ഒന്ന്, നമ്മൾ ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുള്ളതാണ്. ഇതിന്റെ ആൻസർ 7 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊന്നുമല്ല. 2n മൈനസ് 2n/2 സ്ക്വയർ വരും. 2n കോമൺ എടുക്കും. 1 മൈനസ് 1/4 ആകും. ഇത് 96 എന്നാകും. അപ്പൊ ഇത് 2n എന്ന് വെച്ചാൽ 128 എന്ന് കിട്ടും. അപ്പൊ n ഘടകങ്ങളാക്കുമ്പോൾ 7 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 1 + 3 + 5 + 7 അല്ലെ? അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് 51 എന്നാണ് കിട്ടിയത്. PSC ഇപ്പോൾ കൊടുത്തിരുന്ന ആൻസർ 101 ആണ്. ഫൈനൽ കീയിൽ എലിമിനേറ്റ് ആകുമായിരിക്കാം. 51ന്റെ സ്ക്വയർ ആണിത്, n സ്ക്വയർ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആൻസർ ഇപ്പൊ ബി കൊടുത്തു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 2ഉം 4ഉം ആണ് ശരി. ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. പിന്നെ 1 മുതൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അടുത്തതിലേക്ക് പോകുന്നു. 3, 9, 15 ഈ ശ്രേണി. ഉത്തരം ഓപ്ഷൻ എ. 5400 ആണ് കിട്ടുന്നത്. ഇപ്പൊ കൊടുത്തു, പക്ഷെ മിക്കവാറും ഇതൊക്കെ എലിമിനേറ്റ് ആയി പോകും. 5 ഒറ്റ സംഖ്യകൾ. ഇതിന്റെ ആൻസർ 3ഉം ശരി. ABCDE താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഇതെല്ലാം ഇതിന്റെ ഇക്വേഷൻ ആണ്. ഇതെല്ലാം ഇതിന്റെ, പക്ഷെ സത്യം പറഞ്ഞ ഫൈനൽ ആൻസർ സി എന്നത് പറയുന്നത് വീല. മറ്റേതെല്ലാം ഇതിന്റെ ഇക്വേഷൻ. ഇതെല്ലാം ഇതിന്റെ ഉത്തരമാകുന്നു. അപ്പൊ 3ഉം ശരി. നമുക്കൊരു ശരാശരി കാണുമെങ്കിൽ ഒന്നെങ്കിൽ ആദ്യ പദം പ്ലസ് അവസാന പദം /2
അല്ലെങ്കിൽ നടുക്കത്തെ സാധനമാണ്, തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും തുക ബൈ എണ്ണമാണ്. 250 മീറ്റർ, 320 മീറ്റർ. ഇതിന്റെ ഉത്തരം ഡിസ്റ്റൻസ്. സ്പീഡ് എന്ന് പറയുമ്പോൾ ടൈം ആണ് ചോദിച്ചത്. ടൈം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് രണ്ടും കൂട്ടുക, സ്പീഡുകൾ എതിർദിശ ആയതുകൊണ്ട് കൂട്ടുക. പിന്നെ ഇത് കൺവേർട്ട് ചെയ്യണം 5/18. അപ്പോൾ 18.6 കിട്ടും. ഇത് 4 × 4⁸88 എന്ന് പറയുന്ന കെ. അപ്പൊ 4⁸89 ആണ് കെ വരുന്നത്. അപ്പോൾ ഇവിടെ 4k ആണ്. അപ്പോൾ കെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഉത്തരം 89 ആണ്. 77ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 78 ആണ്. ഇവിടുത്തെ ഒറ്റയാനെയാണ് ചോദിച്ചത്. ഇത് രണ്ടും കുറയ്ക്കുക, അതിന്റെ സ്ക്വയർ ആണ്. ഇത് രണ്ടും കുറച്ചു 6 കിട്ടി, സ്ക്വയർ ആണ്. ഇത് രണ്ടും കുറച്ചു 4 കിട്ടി, സ്ക്വയർ ആണ്. ഇവിടെ മാത്രം അങ്ങനെയല്ല വരുന്നത്. ക്ലോക്കിലെ സമയം, പ്രതിബിംബത്തിലെ സമയം എത്ര തവണ തുല്യമാകും? 6 മണിയും 12 മണിയുമാണ്. 2 തവണ വീതം ഇതുള്ളത് കൊണ്ട് ആൻസർ 4 ആണ്. ഇനി ഇതിനകത്ത് തെറ്റായിട്ട് വന്നതാണ് ചോദിച്ചത്. കറക്റ്റ് ആയിട്ട് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മാത്രം 13 എന്ന് കിട്ടും. ബാക്കിയെല്ലാം സെയിം 15, 14, 14 എന്ന് കിട്ടും. അങ്ങനെ 100 ചോദ്യങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ ആൻസർ കീ അപ്ഡേഷൻ ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. നമ്മൾ ക്ലാസ്സുകൾ എല്ലാ ദിവസവും LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ LDCയുടെ ഷുവർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് നല്ല മാർക്ക് കിട്ടേണ്ട കണ്ടന്റുകൾ മാത്രമായിരിക്കും കൊണ്ടുവരുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. താങ്ക് യു. ബൈ.